പൊതുവെ കേൾക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടൂല. ലൈക്ക് ഞാൻ നോക്കിയ ടൈമിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആണുങ്ങൾക്ക് തന്നെ പണി കിട്ടാനില്ല, പിന്നല്ലേ പെണ്ണുങ്ങൾക്ക്, ലൈക്ക് അങ്ങനെ ഒരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്രത്തോളം പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ ലക്ക് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, ഞാൻ ചെന്നൊരു 2 weeks ആയപ്പോഴത്തേന് ഞാൻ ജോബിന് കയറിയിട്ടുണ്ട്. അതെനിക്ക് റെഫറൻസ് ത്രൂ കിട്ടിയതായിരുന്നു. പക്ഷെ എന്നാൽ പോലും റെഫറൻസ് ത്രൂ കിട്ടുകയെന്ന് പറയുമ്പോഴും നമ്മൾ അവർക്ക് ഓക്കെ ആണെങ്കിലേ അവർ നമ്മൾ എടുക്കുകയുള്ളൂ. ഹലോ എവരിവൺ, വെൽക്കം ടു ദി സെക്കൻഡ് എപ്പിസോഡ് ഓഫ് സ്റ്റഡ്വൈസ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മൾ കൂടെയുള്ളത് ഷാനയാണ്. സോ ഷാന, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഹായ്, മൈസെൽഫ് ഷാന ജാസ്മിൻ. എൻ്റെ പ്ലേസ് വരുന്നത് നിയർ ടു മഞ്ചേരിയാണ്. ഞാൻ ലാസ്റ്റ് 4 years ആയി സ്റ്റഡ്വൈസിൽ എഡ്യൂക്കേഷൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 years ആയിട്ട് സ്റ്റഡ്വൈസിൽ ഷാന വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ ഇടയ്ക്കൊന്ന് UK പോയിട്ടില്ലായിരുന്നോ? ആ ഒരു പ്ലാൻ എങ്ങനെയായിരുന്നു ഓൺ ആയിട്ടുണ്ടായിരുന്നത്? ഓക്കെ, എൻ്റെ UK പ്ലാൻ ഓൺ ആവുന്നത് ലൈക്ക് ഞാൻ എൻ്റെ ഡിഗ്രി കഴിയുന്ന ടൈമിൽ 2020 ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയത്. ആ ഒരു ടൈമിൽ എനിക്കുള്ള ഒരു പ്ലാൻ ആയിരുന്നു പുറത്തോട്ട് പോയി പഠിക്കണം എന്നൊക്കെ ഉള്ളത്. ലൈക്ക് UK നല്ല അബ്രോഡിൽ ഏതെങ്കിലും ഒരു കൺട്രീസിൽ പോയി പഠിക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് സം റീസൺ കൊണ്ട് അത് വർക്ക്ഔട്ട് ആയില്ല. പിന്നെ അങ്ങനെയാണ് ഞാൻ സ്റ്റഡ്വൈസിൽ ജോയിൻ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 1 year കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു പ്ലാൻ റീഓപ്പൺ ആക്കുന്നത്. ലൈക്ക് ഇനി എനിക്ക് നോക്കാം എന്നുള്ളൊരു പ്ലാനിലോട്ട് ഞാൻ വരുന്നത് ആ ഒരു ടൈമിലാണ്. ഓക്കെ, അപ്പൊ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ആരായിരുന്നു ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്? പ്രോസസ്സിങ് കാര്യങ്ങൾ ആരാ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ചോദിക്കുകയാണെങ്കിൽ ഫ്രാങ്ക്ലി എൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഞാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ അപ്പോഴത്തേന് ഓൾമോസ്റ്റ് ഒരു 1 year ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട യൂണിവേഴ്സിറ്റി, എനിക്ക് വേണ്ട കോഴ്സ് കാര്യങ്ങൾ എല്ലാം ഞാൻ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലൈക്ക് എനിക്ക് ടിൽ വിസ വരെ ഞാൻ തന്നെയാണ് എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെനിക്ക് കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. വിസ ടൈമിൽ എനിക്ക് വിസ ടീമിന്റെ സൈഡിൽ നിന്ന് അത്യാവശ്യം നല്ല ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ UK അല്ലായിരുന്നു എൻ്റെ ഒരു പ്ലാനിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ മാൾട്ടയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് മാൾട്ടയിൽ അപ്ലൈ ചെയ്ത് ഓഫർ ലെറ്റർ വന്ന് ഫീസ് അടക്കാൻ നിൽക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് ലാസ്റ്റ് മിനിറ്റ് വെച്ചിട്ടാണ് ഞാൻ UK ഷിഫ്റ്റ് ആണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ടൈമിൽ ലാസ്റ്റ് മിനിറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എൻക്വയർ ചെയ്ത ടൈമിൽ ആ ഒരു ടൈമിൽ മാൾട്ടയിലോട്ട് കൊടുത്ത് ഓൾമോസ്റ്റ് 4 സ്റ്റുഡൻസിന്റെ വിസ റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എൻ്റെ പകുതി മുക്കാലും കോൺഫിഡൻസ് പോയി. അപ്പൊ പിന്നെ എൻ്റെ കാര്യത്തിൽ എനിക്ക് UK അതുപോലെ ഫ്രാൻസ്, ജർമ്മനി ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലോട്ടും വെറുതെ അപ്ലൈ ചെയ്ത് ഓഫർ ലെറ്റർ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കിത് അറിയാം. അതുകൊണ്ട് എനിക്ക് വേണ്ട യൂണിവേഴ്സിറ്റി കാര്യങ്ങളും കൺട്രി കാര്യങ്ങളും ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ എൻ്റെ കയ്യിൽ UK ഓഫർ ലെറ്റർ ഉണ്ടായിരുന്നു. ആ ഒരു ടൈം വെച്ചിട്ടാണ് ഞാൻ UK മാറാനുള്ള ഒരു മെയിൻ റീസൺ UK കമ്പാരിറ്റീവ്ലി ഞാൻ അന്വേഷിച്ചപ്പോൾ വിസ റിജക്ഷൻ നല്ല കുറവുള്ള രാജ്യമായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ റിസ്ക് എടുത്ത് മാൾട്ട എടുക്കണോ അതോ സേഫ് ആയിട്ടുള്ള UK എടുക്കണോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി UK ആണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത്. ഓക്കെ, UK എൻ്റർ ചെയ്ത സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ലൈക്ക് പാർട്ട് ടൈം ജോബ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നോ? UK എൻ്റർ ചെയ്ത ടൈമിലുള്ള ഒരു എക്സ്പീരിയൻസ് ചോദിക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചു പോയതാണ് UK അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും അതിന്റെ ഒരു സന്തോഷം എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. ബട്ട് വൺസ് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റിയാലിറ്റിയിലോട്ട് ചാടും. അതായത് നമ്മളിപ്പോൾ UK എന്നല്ല ഏത് കൺട്രി എടുത്തു കഴിഞ്ഞാൽ അതാണ് സത്യാവസ്ഥ. ലൈക്ക് ഞാൻ അതുവരെ വിട്ടുനിന്ന് ലൈക്ക് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിന്ന ഒരാളല്ല. ഫസ്റ്റ് ടൈം ഞാനൊരു +2 വരെ എനിക്ക് തോന്നുന്നു സ്കൂൾ ബസ് പോയി വന്ന ഒരാള്, ഡിഗ്രിക്കാണ് ഫസ്റ്റ് ടൈം ഞാൻ ഒറ്റയ്ക്ക് ബസ്സിൽ പോയി തുടങ്ങണേ. അങ്ങനത്തെ ഒരാള് പെട്ടെന്ന് ഡിഗ്രി കഴിഞ്ഞൊരു 1 year കഴിഞ്ഞ് നമ്മൾ UK പോയി എന്ന് പറയുമ്പോൾ ലൈക്ക് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ അത്രയും ഒരു ലോങ്ങിൽ നിൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചെന്ന പാടെ ഒരു 1 month എന്ന് പറയുന്നത് 1 month അല്ല, ഞാൻ ചെന്നൊരു 1 week ആയപ്പോഴത്തേന് തന്നെ എനിക്ക് നല്ല ഡിപ്രഷനായിരുന്നു. അത് ഈവൻ ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളായിട്ട് പോലും എനിക്കിതിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് പോലും ഞാൻ അവിടെ എത്തി ഒരു 1 month ആയപ്പോഴത്തേന് എനിക്ക് നല്ല ഡിപ്രഷന് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പൊതുവേ പറയാനുള്ള കാര്യം, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, റിയാലിറ്റിയിലോട്ട് എത്തുമ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തു പോകണം. പക്ഷെ ജോബിന്റെ കാര്യം റിലേറ്റഡ് ആയിട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ കേൾക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടൂല. ലൈക്ക് ഞാൻ നോക്കിയ ടൈമിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആണുങ്ങൾക്ക് തന്നെ പണി കിട്ടാനില്ല, പിന്നല്ലേ പെണ്ണുങ്ങൾക്ക്, ലൈക്ക് അങ്ങനെ ഒരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്രത്തോളം പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ ലക്ക് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, ഞാൻ ചെന്നൊരു 2 weeks ആയപ്പോഴത്തേന് ഞാൻ ജോബിന് കയറിയിട്ടുണ്ട്. അതെനിക്ക് റെഫറൻസ് ത്രൂ കിട്ടിയതായിരുന്നു. പക്ഷെ എന്നാൽ പോലും റെഫറൻസ് ത്രൂ കിട്ടുകയെന്ന് പറയുമ്പോഴും നമ്മൾ അവർക്ക് ഓക്കെ ആണെങ്കിലേ അവർ നമ്മൾ എടുക്കുകയുള്ളൂ. ലൈക്ക് നമ്മൾ ഒരുപാട് കമ്പനീസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫൈനലി എനിക്കൊരു
ടാക്കോസിന്റെ ഷോപ്പിലാണ് വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത്രത്തോളം ലൈക്ക് ജോലി കിട്ടാണ്ട് ഒരു 2 months 1 month പോവാന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെന്നൊരു 1 day 2 days കഴിയുമ്പോൾ തന്നെ ജോബിന് അപ്ലൈ ചെയ്ത് കിട്ടില്ല കാണുമ്പോൾ നമ്മൾ ഡൗൺ ആവും. പക്ഷെ അങ്ങനെ ഡൗൺ ആവേണ്ട ആവശ്യമില്ല. നമുക്കൊരു ചിലപ്പോൾ ഒരു 1 week കൊണ്ട് കിട്ടും, ചിലപ്പോൾ ഒരു 2 weeks കൊണ്ട് കിട്ടും. എന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നൊരു 2 weeks ആയപ്പോൾ എനിക്ക് ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടിയ ജോബ് ആണെങ്കിലും എനിക്ക് അത്ര വലിയ സ്ട്രഗിളിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നല്ല ആൾക്കാരായിരുന്നു. നമുക്കൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ ആ പേടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ടില്ലിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ലൈക്ക് ബില്ലിങ്ങിലായിരുന്നു. അപ്പൊ എനിക്ക് ക്ലാസ്സസ് ആഴ്ചയിൽ വെള്ളിയും തിങ്കളായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി ഡേയ്സിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ അത്യാവശ്യം നല്ല ആൾക്കാരാണ്. ലൈക്ക് നമുക്ക് ഓവർ സെയിൽ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ടിപ്പ് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ഫൈനാൻഷ്യലി അത്ര അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഈ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞല്ലോ, എന്തെല്ലാം പാർട്ട് ടൈം ജോബ്സ് ആണ് അവിടെ വരുന്നത് സ്റ്റുഡൻസിന്? ഓക്കെ, പാർട്ട് ടൈം ജോബ്സ് ഒരുപാട് ജോബ് വരുന്നുണ്ട്. ലൈക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഡെലിവറി റിലേറ്റഡ് ആയിട്ട് നോക്കാൻ പറ്റും. പിന്നെ കെയർ ഹോം ജോബ്സ് വരുന്നുണ്ട്, വെയിറ്റർ ആയിട്ട് വരുന്നുണ്ട്, ഒരുപാട് ജോബ്സ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ലൈക്ക് റിസപ്ഷൻ ആയിട്ടുള്ള ജോബ്, ബില്ലിങ്ങിൽ, ഇങ്ങനത്തെ ജോബ്സിന് മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈക്ക് മെക്ഡി അതുപോലെ ബർഗേഴ്സിന്റെ ഷോപ്സിലൊക്കെയാണ് ഞാൻ ബില്ലിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു ജോബ് കിട്ടുന്നത്. അതിന്റെ മുന്നേ നമുക്കവിടെ 2 ജോബ് ചെയ്യാം സത്യം പറയുകയാണെങ്കിൽ. അതായത് ആഴ്ചയിൽ 2 ദിവസമേ ക്ലാസ് ഉള്ളൂ. ബാക്കി നമ്മൾ NI ജോബ്, അതായത് ആഴ്ചയിൽ 20 മണിക്കൂർ കിട്ടുന്നത് നമുക്കൊരു 2 days 3 days ഒക്കെ നമുക്ക് ജോബ് ഉണ്ടാവുള്ളൂ. ബാക്കി പിന്നെ 2 ദിവസം വരുന്നുണ്ടാവും. ആ ഡേയ്സിൽ നമുക്ക് വീണ്ടും എക്സ്ട്രാ പേയ്മെന്റ് ലൈക്ക് ജോബ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ NI ജോബിന് കൊടുത്ത ടൈമിൽ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ സെയിൽസിലായിട്ടും ബില്ലിങ്ങിലൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു 100 നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 90 അൺസക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരും. പക്ഷെ അതാണ് അതിന്റെ ഒരു പ്രോസസ്സിങ്. ലൈക്ക് നമ്മൾ NI ജോബ് കിട്ടണമെങ്കിൽ നമ്മൾ കുറെ കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്തേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ മറ്റേ ജോബ് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് കിട്ടി പറയുന്നത്, ഞാൻ ക്യാഷ് ഇൻ ഹാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ് ചെയ്ത ടൈമിൽ അതുകൊണ്ടാണ് എനിക്ക് 2 weeks കൊണ്ട് കിട്ടിയത്. നോർമലി ഞാൻ അത് എടുത്ത ടൈമിലും അത് ലൈക്ക് എനിക്കതിന് ഒരു മണിക്കൂറിന് 8 pound എങ്ങാനാണ് അപ്പൊ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഡിഫറൻസ് 2 ജോബും തമ്മിലുള്ള? ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ആഴ്ചയിൽ 7 ദിവസമാണ് ഉള്ളത്. അതിൽ 2 ദിവസം ക്ലാസ് ഉണ്ടെങ്കിൽ ബാക്കി ഒരു 2-3 ദിവസമായിരിക്കും നമുക്ക് NI ജോബ് ഉണ്ടാവുക. ഈ NI ജോബ് കഴിഞ്ഞ് പിന്നെ 2 ദിവസം 3 ദിവസം നമ്മൾക്ക് ബാലൻസ് ഉണ്ടാവും. ആ ദിവസങ്ങളിൽ നമുക്ക് വെറുതെ ഇരിക്കണമെങ്കിൽ വെറുതെ ഇരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ വേറെ ജോബിന് പോകാൻ പറ്റും. പക്ഷെ അത് ലീഗലി അലൗഡ് അല്ല സത്യം പറയുകയാണെങ്കിൽ. അതായത് ഇല്ലീഗൽ ആണ്. പക്ഷെ നമ്മൾ അവിടെ ഉള്ള എല്ലാവരും ഇങ്ങനെ ചെയ്യണവരാണ്. അത് നമുക്കറിയാം. പക്ഷെ നമ്മൾ അതൊരിക്കലും അങ്ങോട്ട് പാര വെക്കുക അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അവനവന്റെ കാര്യം നോക്കി പോവുക, അത്ര മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ എനിക്കാണെങ്കിൽ ആദ്യം കിട്ടിയത് ക്യാഷ് ഇൻ ഹാൻഡ് ജോബാണ്. മണിക്കൂറിന് 8 pound ഉണ്ടായിരുന്നുള്ളൂ. നോർമലി അവിടെ 10, 11, 12 pound കിട്ടും. പക്ഷെ എനിക്ക് ആ ടൈമിൽ 8 pound കിട്ടിയിട്ടുള്ളൂ. ആ ടൈമിൽ എന്നോട് പറഞ്ഞിരുന്നു എന്റെ ഫ്രണ്ട്സ് ഒക്കെ, ലൈക്ക് ഇത് നല്ല ചെറിയ എമൗണ്ട് ആണ്, ഇതിന് പോവാൻ നിൽക്കണ്ട, വേറെ ജോബ് നോക്കുകയാണ് നല്ലത് എന്നുള്ളത്. അപ്പൊ ഞാനൊരു ഡബിൾ മൈൻഡിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്, ഇതിന് പോണോ വേണ്ട എന്നുള്ളത്. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ ചെന്ന് 2 ആഴ്ച കൊണ്ട് എനിക്കൊരു ജോബ് കിട്ടി. ഞാൻ 8 pound ഒഴിവാക്കി കഴിഞ്ഞാൽ, അഥവാ എനിക്ക് ഇത് പോയി കഴിഞ്ഞാൽ ഒരു 1 month 2 month കഴിഞ്ഞിട്ടാണ് അടുത്ത ജോബ് കിട്ടണമെങ്കിൽ ഈ കിട്ടുന്ന പൈസയും കിട്ടാണ്ടാവല്ലേ. അപ്പൊ ഞാൻ കിട്ടിയ ജോബിന് കയറി. പക്ഷെ ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതായത് അവര് പേയ്മെന്റ് കാര്യങ്ങൾ നല്ല രീതിയിൽ തരും. ലൈക്ക് സെയിൽ നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടിപ്പ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഫുഡ്, മെയിൻ കാര്യം ഫുഡാണ്. ലൈക്ക് അബ്രോഡ് നോക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ റെസ്റ്റോറൻറ്റ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫുഡിന് ഇടങ്ങാറാവുന്ന ഒരു അവസ്ഥ വരില്ല. അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അത് എല്ലാവർക്കും അങ്ങനെ ആവോ നമുക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടാക്കോസിന്റെ ഷോപ്പിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലും ഞാൻ അവിടെയും കണ്ടൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മളൊരു ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുകയാണ്, ഇപ്പൊ ലൈക്ക് KFC ചിക്കിങ്ങിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അവിടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഫുഡ് നമുക്ക് തിന്നാൻ തരില്ല. അതായത് എംപ്ലോയേഴ്സിന് നമുക്ക് അവിടെ ഒന്നല്ലെങ്കിൽ മെസ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വേറെ ഫുഡ് എടുക്കുക, അല്ലെങ്കിൽ അവർ ഫുഡ് അലവൻസ് തരും എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ ഞാൻ വർക്ക് ചെയ്ത് കൊടുത്ത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സിന് എന്താണോ കൊടുക്കുന്നത് അത് അവിടുത്തെ എംപ്ലോയേഴ്സിനും കഴിക്കാം. ലൈക്ക് അവിടെ എന്തൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്, നമുക്ക് ഫുഡ് കഴിക്കേണ്ട ടൈമിൽ അതൊക്കെ നമുക്കും തിന്നാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡിൽ വലിയ എക്സ്പെൻസ് കാര്യങ്ങൾ വന്നിട്ടില്ല. ലൈക്ക് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോവുകയാണെങ്കിലും നമ്മൾ ഫുഡ് പാർസൽ ചെയ്ത് കൊണ്ടുപോകും. പിറ്റേന്ന് ഡ്യൂട്ടി ഇല്ലെങ്കിലും പിറ്റേന്നൊക്കെ ഉള്ള ഫുഡ് നമ്മൾ അവിടുന്ന് എടുത്തുകൊണ്ടുപോകും. പക്ഷെ അവർക്ക് അതൊരു ഇഷ്യൂ അല്ല. അവർ നമ്മളോട് എടുക്കാൻ പറയും, ഫുഡ് വേണ്ടത് കഴിച്ചോ, ലൈക്ക് അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ അത് എല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന് അറിയില്ല. ഞാൻ എൻ്റെ കേസാണ് പറയണത്. എനിക്ക് വർക്ക് ചെയ്യുന്നിടത്ത് അത്യാവശ്യം ഞാൻ നല്ല സേഫ് ആയിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് കാര്യങ്ങൾ അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു.
ഓക്കെ, ഇപ്പം ലൈക്ക് സ്റ്റുഡൻസിനുള്ളൊരു ഡൗട്ടാണ്, നമുക്ക് ഈ പാർട്ട് ടൈം ജോബ് ചെയ്ത് കിട്ടുന്ന ആ ഒരു എമൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സാലറി വെച്ചിട്ട് അവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എന്താണ് ഷാനന്റെ ഒരു സജഷൻ? എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ എക്സാക്ട് സെൻട്രൽ ലണ്ടനിലായിരുന്നു, ഗ്രീനിച്ചിലാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ലണ്ടൻ എന്ന് പറയുന്നത് പൊതുവെ എക്സ്പെൻസീവ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK മെയിൻ സിറ്റിയാണ് ലണ്ടന്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള എക്സ്പെൻസും കാര്യങ്ങളും അതിനനുസരിച്ചുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും ലണ്ടനിൽ നന്നായിട്ടുണ്ട്. നേരെ മറിച്ച് ഔട്ടറിലോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ, അതായത് ജോബ്സ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ജോബ്സ് ഔട്ടർ ആണെങ്കിൽ നമ്മൾ അടിപൊളിയാണ്. പക്ഷെ ലണ്ടനെ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ജോബ്സ് കുറച്ച് കുറവാണ്, പക്ഷെ എക്സ്പെൻസും കുറവാണ്. സത്യം പറഞ്ഞാൽ ലണ്ടനും ഔട്ടറും ബാലൻസ് ചെയ്തിട്ടാണ് പോണത്. അപ്പൊ ലണ്ടന്റെ കേസിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് ഒരു ഷെയറിംഗ് ആയിരുന്നു, 2 ഷെയറിംഗ് ആയിരുന്നു. അതായത് ആദ്യം നമ്മൾ 2 ഷെയറിങ്ങിനാണ് പോയത്. പിന്നെ ഞാനൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിലോട്ട് മാറിയതാണ്. സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും എനിക്കാണെങ്കിൽ വലിയ കോസ്റ്റ് ഒന്നും വന്നിട്ടില്ല, കാരണം എനിക്ക് ഓൾറെഡി അറിയുന്ന ആളുടെ അടുത്താണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് മന്ത്ലി £350 റെന്റ് വന്നിട്ടുള്ളായിരുന്നു. പക്ഷെ അത് കമ്പാരിറ്റീവ്ലി നല്ല കുറവാണ് ലണ്ടനെ വെച്ച് നോക്കുകയാണെങ്കിൽ. ആ ഒരു എമൗണ്ടിൽ നമുക്ക് ഷെയറിംഗ് ലണ്ടനിൽ കിട്ടുള്ളൂ. നേരെ മറിച്ച് £350 വെച്ചിട്ട് നമ്മൾ ഔട്ടറിലാണ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോക്സ് റൂം തന്നെ ചിലപ്പോൾ കിട്ടും. അതാണ് ലണ്ടനും ഔട്ടറും തമ്മിലുള്ള ഒരു മാറ്റം. ഇവിടെ നമുക്ക് ഈ ഒരു എമൗണ്ടിൽ ഷെയറിംഗ് റൂമേ കിട്ടുള്ളൂ, പുറത്താണെങ്കിൽ ഈ ഒരു എമൗണ്ടിൽ നമുക്ക് ഒരു ബോക്സ് റൂം തന്നെ കിട്ടും. അപ്പൊ ഇതില് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് £8 വെച്ചിട്ടുള്ള ജോബിന് പോയിട്ട് തന്നെ എനിക്ക് മന്ത്ലി എക്സ്പെൻസ് കാര്യങ്ങൾ കഴിഞ്ഞ് എൻ്റെ കയ്യിൽ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. ലൈക്ക് അതും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പോകുന്ന സ്റ്റുഡൻസിനനുസരിച്ചാണ്. ചില കുട്ടികൾ നല്ല ചെലവാക്കും, ചില കുട്ടികൾ കണ്ടറിഞ്ഞ് മാറ്റി വെക്കും. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ ആ വർക്കും ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ ഞാൻ സ്റ്റഡ്വൈസിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ സ്റ്റഡ്വൈസിന്റെ വർക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് വരുന്ന എമൗണ്ടിന്ന് എനിക്കൊരു £350 റൂമിന് പോകും. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ ചെലവ് വന്നിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ചെലവില്ല, കാരണം ഞാൻ നാട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരുവിധ സാധനം കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അവിടെ എത്തിയപ്പോഴും എനിക്ക് ഫുഡ് കിട്ടുന്ന ഒരു ഫീൽഡിലാണ് എനിക്ക് വർക്ക് കിട്ടിയത്. അതുകൊണ്ട് ഫുഡിന് എനിക്ക് വലിയ എക്സ്പെൻസ് വന്നിട്ടില്ല. പിന്നെ ട്രാവലിംഗ് ആണെങ്കിലും നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നല്ല കുറവാണ്. ഇപ്പൊ ബസ്സൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു £2 അല്ലെങ്കിൽ ഒരു £4 നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ പോയി വരുന്നൊരു സിറ്റുവേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഒരാൾ പറയാണ് നമ്മളോട് അവിടെ ലൈക്ക് ഇവിടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ കഴിയൂല, നല്ല ചെലവാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആള് ചെലവാക്കിയോണ്ടാണ്. നമ്മൾ കണ്ടറിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ, അതിപ്പോ UK എന്നല്ല, എവിടെ പോയി കഴിഞ്ഞാലും അത് തന്നെയാണ്. നമുക്കൊരു 1 lakh കിട്ടുന്നുണ്ട്. ലണ്ടന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസം നമുക്ക് എങ്ങനെ പോയാലും ഒരു 1 lakh ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട്. ഈ ഒരു 1 lakh ഒരു ദിവസം കൊണ്ട് അവിടെ കളയാനുള്ള ഓപ്ഷൻസ് നമുക്ക് ലണ്ടനിലുണ്ട്. അതാണ് മെയിൻ ഹൈലൈറ്റ്. ഒരു മാസം ഉണ്ടാക്കിയ പൈസ നമുക്ക് ലഗാനില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് കളയാനുള്ള ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അത്രയും ലൈക്ക് പല ആൾക്കാരും പല ഓപ്പർച്യൂണിറ്റീസും പലവിധം പൈസ പോകാനുള്ള വഴികൾ അവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണമെങ്കിൽ നമ്മൾ നോക്കി കണ്ടു നിന്നാൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും. അത് ഒരാൾ പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പൈസ ഇല്ല, അല്ലെങ്കിൽ ഇവിടെ പണി കിട്ടാനില്ല പറയുമ്പോൾ, ഒന്നല്ലെങ്കിൽ ആള് പൈസ ചെലവാക്കണ വഴി കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ആള് പണി നോക്കുന്ന വഴി കറക്റ്റ് അല്ല. അതുകൊണ്ടാണ് ആളടുത്ത് ഇല്ലാത്തത്. ഇപ്പം സ്റ്റേ ബാക്കിന്റെ കേസ് ഒക്കെ, സ്റ്റേ ബാക്ക് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഷാന വന്നത്? അത് സ്റ്റേ ബാക്കിന് പിന്നെ പോയി? ഇല്ല, ഞാൻ എന്റെ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റേ ബാക്ക് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അതും അതിലെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ പല ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ എന്റെ കേസിൽ ഞാൻ അവിടെ ചെന്ന് ഞാൻ എന്റെ സ്റ്റഡീസ് കഴിഞ്ഞ് ഞാൻ പോന്നു, എനിക്ക് സ്റ്റേ ബാക്ക് ഞാൻ എടുക്കാണ്ട് പോകുന്നതാണ്. അത് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരാൾ പോരുണ്ടെങ്കിൽ മേ ബി ആൾക്ക് നാട്ടിൽ വന്നാലും വലിയ കുഴപ്പമില്ലാന്നുണ്ടോളായിരിക്കും മേ ബി പോരുന്നത്. പക്ഷെ നമ്മൾ ഫണ്ട് അത്യാവശ്യം എന്താ പറയാ റോൾ ചെയ്ത് അല്ലെങ്കിൽ ലോൺ എടുത്ത് കയറി പോകുന്ന കുട്ടികൾ ഒരിക്കലും അങ്ങനെ പോരൂല എന്ന് പറയാൻ കാരണം, നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാല് പൈസ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിൽ നമുക്ക് മെയിൻലി വരുന്ന ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ലോൺലിനെസ് നന്നായിട്ട് ഫീൽ ചെയ്യും. ഞാനത് നന്നായിട്ട് ഫീൽ ചെയ്ത ഒരാളാണ് അത് പറയുകയാണെങ്കിൽ. കാരണം നമ്മൾ അവിടെ ഒറ്റക്കാവുക, ലൈക്ക് നാട്ടിൽ നമ്മൾ അടിപൊളിയായിട്ട് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫാമിലിന്റെ കൂടെ നടന്ന് പെട്ടെന്ന് നമ്മൾ ഒറ്റക്കാവുക പറയുന്ന സിറ്റുവേഷൻ വരുമ്പോൾ, ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവും, മേ ബി അവരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സോ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമായിരിക്കും. നമ്മൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ഫീല് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആലോചിക്കും നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് പോരാന്നുള്ളത്. ഇപ്പൊ എന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഡിപ്പെൻഡന്റ് ആയിട്ട് ഞാൻ കയറുന്ന ടൈമിൽ എനിക്ക് ഡിപ്പെൻഡന്റ് വിസ ഇല്ലായിരുന്നു. ഞാൻ കയറുന്നതിന്റെ ഒരു 2 മാസം 2 ഇൻടേക്ക് മുന്നെങ്ങാനാണ് അത് നിർത്തി വെക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കയറിയ ടൈമിൽ എനിക്ക് ഡിപെൻഡന്റ് വിസ അല്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു പ്ലാനില് ഹസ്ബൻഡിനെ കൊണ്ടുപോകാന്നുള്ളതായിരുന്നു. ഹസ്ബൻഡ് സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ട് വരാൻ ഓക്കെ അല്ലാത്തതുകൊണ്ട് ലൈക്ക് സ്റ്റഡീസ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തിനാ ഇനി അവിടെ നിൽക്കണേ, ലൈക്ക് ഞാൻ തിരിച്ചു പോകുന്നു, അങ്ങനെ പോകുന്നതാണ്. അതല്ലാണ്ട് ഒരിക്കലും എനിക്ക് അവിടെ പണി കിട്ടാണ്ട് എനിക്ക് ഇടങ്ങാറായിട്ട് അങ്ങനെ പോകുന്നല്ല. എൻ്റെ മെയിൻ കൺസേൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം സിക്നെസ് ആണ്. ആ ഒരു ഫീൽ കൊണ്ട് വന്ന ആളാണ് ഞാൻ. അതിപ്പോ സ്റ്റിൽ ഇപ്പോഴാണെങ്കിലും ആള് ലൈക്ക് നമുക്ക് ഒരുമിച്ച് പോകാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പോകും. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമുണ്ട് സ്റ്റുഡൻസിനോട്, അതായത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പണിയെടുത്ത് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതിന് ഒരു ഡൗട്ടും ഇല്ല. കാരണം ക്യാഷ് ഇൻ ഹാൻഡ് ചെയ്തിട്ട് ഞാൻ കുഴപ്പമില്ലാത്ത എമൗണ്ട് ഏൺ ചെയ്ത് ലൈക്ക് നമ്മളെ എക്സ്പെൻസ് കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ ഓൾമോസ്റ്റ് ഫുള്ള് ചുറ്റി കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. അതിനുള്ള പൈസയൊക്കെ നാട്ടിൽ നിന്ന് എനിക്ക് അയച്ചെന്നതല്ല, ഞാൻ പണിയെടുത്ത പൈസ കൊണ്ടാണ് ഞാൻ അവിടെ പോയിട്ടുള്ളത്. നമ്മൾ ഫണ്ട് ഉണ്ടാക്കാൻ റെഡി ആണെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. പിന്നെ ഓരോരുത്തർ വരുന്നത് അവരുടെ ലൈക്ക് നമ്മളിപ്പോ ഒരു സ്റ്റുഡന്റിന് തന്നെ ഒരു കൺട്രി അടിപൊളിയായിട്ടും ഒരാൾക്ക് നെഗറ്റീവ് തോന്നുന്നുണ്ടെങ്കിൽ അത് ആ പേഴ്സണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒരിക്കലും ആ കൺട്രിന്റെ ഇഷ്യൂ ആയിട്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം സ്റ്റുഡൻസിനുള്ള ഒരു മെയിൻലി ഡൗട്ടാണ്, കാരണം സ്റ്റേ ബേക്ക് കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് പെർമിറ്റ് കിട്ടാൻ അവിടെ ഭയങ്കര സ്ട്രഗിളിംഗ് ഉണ്ട്, ഇപ്പൊ കിട്ടുന്നില്ല. ഇല്ല, അതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാലും ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റിന്റെ സൈഡിൽ നിന്ന് നമുക്ക് നല്ല അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ്, ഇപ്പൊ ഞാൻ എടുത്തിരുന്ന കോഴ്സ് MBA വിത്ത് ലക്ഷറി ബ്രാൻഡിങ് ആയിരുന്നു. നമുക്ക് അങ്ങനെ ഒരുപാട് കോഴ്സസ് വരുന്നുണ്ട്. ഇന്റർനാഷണൽ ബിസിനസ്, HRM, ബിസിനസ് അനലിറ്റിക്സ് ഒരുപാട് വരുന്നുണ്ട്. ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് യൂണിവേഴ്സിറ്റിന്റെ സൈഡിൽ നിന്ന് അസിസ്റ്റൻസ് ഉണ്ടാവും. അതായത് ഒരു 3 months അല്ലെങ്കിൽ ഒരു 2 months കൂടുമ്പോൾ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഫെയർസും ജോബ് ഫെയർസും ഒക്കെ കണ്ടക്ട് ചെയ്യും. നമ്മളത് കറക്റ്റ് അറ്റൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി നമുക്ക് നമ്മൾ പഠിച്ച കോഴ്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഏത് കോഴ്സ് ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റി ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഫീൽഡിലോട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഏതൊക്കെ കമ്പനീസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. യൂണിവേഴ്സിറ്റിയിൽ ചിലപ്പോൾ നമുക്ക് ഈ എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും. അതൊക്കെ കറക്റ്റ് അറ്റൻഡ് ചെയ്ത് പോയിട്ടും ഒരു കുട്ടിക്ക് ജോലി കിട്ടണില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഞാൻ കേട്ടിട്ടില്ല. നോർമലി അവിടെ നടക്കുന്ന ഒരു കാര്യം കോഴ്സ് കംപ്ലീറ്റ് ആവും, എന്നിട്ട് ഇതൊന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, എന്നിട്ട് പറയും നാട്ടില് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മൾ പഠിച്ച റിലേറ്റഡ് ആയിട്ട് നമുക്ക് ജോബ് ഒന്നും കിട്ടൂല എന്നുള്ളത്. അത് കിട്ടണമെങ്കിൽ കറക്റ്റ് യൂണിവേഴ്സിറ്റി തരുന്ന കാര്യങ്ങൾ ഒക്കെ അറ്റൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് കിട്ടാനുള്ള, അതായത് എന്തായാലും കിട്ടുന്നല്ല, പക്ഷെ ഒരു കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് നമ്മൾ മാക്സിമം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ വർക്ക് വിസ കിട്ടാത്തൊരവസ്ഥയൊന്നും വരണില്ല. അതായത് ഇതിലും പൊതുവെ കണ്ടുവരുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലൈക്ക് നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് ഒരു 3 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ, അതായത് 1 വർഷം സ്റ്റേ ബാക്കും അല്ല 1 വർഷത്തെ കോഴ്സും 2 വർഷത്തെ സ്റ്റേ ബാക്കും ആണെങ്കിൽ ഈ സ്റ്റേ ബാക്ക് കഴിയാൻ ഒരു 4 മാസം 3 മാസം ആവുന്ന ടൈമിലാണ് സ്റ്റുഡൻസ് ജോബിന് അപ്ലൈ വർക്ക് വിസയിലോട്ട് നോക്കുന്നത്. ആ ഒരു ടൈം കൊണ്ട് ഇവർക്ക് വർക്ക് വിസ കിട്ടും എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 months കഴിഞ്ഞ പാടെ നമ്മൾ ഈ എംപ്ലോയേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യണവരെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് കഴിയുമ്പോഴത്തേ നമ്മൾ അവരെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഈ ഒരു വിസ കഴിയുമ്പോഴത്തേ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിലോട്ട് മാറാൻ പറ്റും. അതെല്ലാം നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു 4 months കൊണ്ട് നമുക്കത് കിട്ടുമെന്നുള്ളത് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. അതും ഈ പറഞ്ഞ പോലെ നമുക്കൊരു മുൻകൂട്ടി ഒരു പ്ലാൻ വേണം. അത് ഫൈനാൻഷ്യൽ പ്ലാനിലാണെങ്കിലും എല്ലാത്തിലും ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അത് എന്തായാലും നടന്നു പോകും. ഷാന വായറ്റു കണ്ടിരുന്നോ? കണ്ടായിരുന്നു. ഓക്കെ, അതിൽ പറയുന്നുണ്ടല്ലോ ഇന്ത്യൻസ് ആയതുകൊണ്ട് അവർക്ക് ജോലി കിട്ടുന്നില്ല, ബ്ലഡി ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒഴിവാക്കി വിടുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ് കയറി ചെന്നിട്ട് കടകളൊക്കെ ക്ലോസ്ഡ് ആണ്. ശരിക്കും അതാണോ റിയാലിറ്റി? എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ലൈക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, പോയിന്റ് ഓഫ് വ്യൂ അല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് റെഫറൻസ് ത്രൂ ആണ് ജോബ് കിട്ടിയത് പറഞ്ഞു. പക്ഷെ അതിന്റെ മുന്നേ ഞാൻ ഒരുപാട് ഷോപ്പിൽ ജോബ് ഉണ്ടോ ചോദിച്ച് നടന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ഇന്ത്യൻസ് ആയതുകൊണ്ട് ജോബ് കിട്ടില്ല പറഞ്ഞു ഒരു ഷോപ്പൊന്നും നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ജോബ് വാക്കൻസി ഇല്ലാത്തതുകൊണ്ട് അവിടെ ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് വിടാന്നല്ലാണ്ട് ഇന്ത്യൻ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. മേ ബി വേറെ ഒരാൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. എൻ്റെ ഒരു കേസിൽ അതില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ലൈക്ക് നൈറ്റ് ലൈഫ് പറയുന്നൊരു സംഭവം അല്ല എന്നുള്ളത്. സത്യം പറയുകയാണെങ്കിൽ ആ വാഴ പറയുന്ന സിനിമ അത് പ്യുവർലി എന്താ പറയാ ഒരു ഫിലിം എന്നുള്ള രീതിയിൽ നമ്മൾ കാണണം. അത് ഓഡിയൻസിനെ എൻഗേജ് ലൈക്ക് അവർക്ക് ആ ഒരു ഫിലിം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇമോഷണൽ സീനിലോട്ട് അത് എത്തുള്ളൂ. അതല്ല അവർ പോയിട്ട് നല്ല ജോലി കിട്ടി നല്ല അടിപൊളിയായിട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് അങ്ങനെ ഒരു ലൈക്ക് നൈറ്റിൽ ഇറങ്ങുമ്പോൾ ഒരു ഹോസ്പിറ്റൽ ഇല്ല അല്ലെങ്കിൽ ഒരു ഷോപ്പ് തുറന്നിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഒന്നും അവിടെ വരില്ല. പക്ഷെ അതും UK തമ്മിൽ ഒരു ബന്ധമില്ല എന്നേ ഞാൻ പറയുള്ളൂ. അത് ഔട്ടർ എങ്ങനെ നമുക്കറിയില്ല. ഞാൻ ലണ്ടനിൽ നിന്നൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്.
രാത്രി ഇത്ര മണിയാകുമ്പോഴത്തേന് ഷോപ്പ് അടക്കുക അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുക പറഞ്ഞൊരു സിറ്റുവേഷൻ ഒന്നും ഞാൻ ഇതുവരെ അവിടെ കണ്ടിട്ടില്ല. അതായത് നമുക്ക് അവിടെ രാത്രി 2 മണിക്ക് നടക്കണമെങ്കിൽ നമുക്ക് 2 മണിക്ക് അവിടെ ബസ്സസും ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു പോയിട്ട് നൈറ്റ് ലൈഫ് ഇല്ല എന്ന് പറയുന്ന ഒരു സംഭവം ലണ്ടനിൽ എന്തായാലും ഇല്ല. ഇനി ഔട്ടറിൽ എന്താ അവസ്ഥ നമുക്കറിയില്ല. ലണ്ടനിൽ നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഷാന UK ഏത് യൂണിവേഴ്സിറ്റിന്ന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ നോർത്തംബ്രിയ യൂണിവേഴ്സിറ്റിന്റെ ലണ്ടൻ ക്യാമ്പസ് ആയിരുന്നു. ലണ്ടൻ ക്യാമ്പസ് ആയിരുന്നു. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ കോഴ്സ് കാര്യങ്ങളൊക്കെ? മീൻസ് എക്സാംസ് ഒക്കെ ആണോ? എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു പ്രോസസ്സ്? ഓക്കെ, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് MBA വിത്ത് ലക്ഷറി ബ്രാൻഡിങ് പറയുന്ന കോഴ്സ് ആയിരുന്നു. 1 year കോഴ്സ് ആയിരുന്നു. നമുക്ക് അവിടെ ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നത് ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ക്ലാസ് ഉണ്ടായിരുന്നത്. ക്ലാസ് എന്ന് പറയുമ്പോഴും ഒരിക്കലും നമ്മളെ നാട്ടിലത്തെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും നല്ല മാറ്റാണ്. അതായത് നമ്മളെ നാട്ടിൽ പറയുന്നത് കംപ്ലീറ്റ്ലി പ്യൂർലി ഒരു മെമ്മറി ടെസ്റ്റ് ആണ്. ലൈക്ക് നമുക്ക് അസസ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതി ഇത്ര മാർക്ക് കിട്ടിയാലേ പാസ്സാവുള്ളൂ. ഇനിയിപ്പോ ക്ലാസ് ആണെങ്കിലും രാവിലെ ട്യൂട്ടർ വരുന്നു, ആളെന്തൊക്കെ പറയണു, നമ്മളത് നോട്ട് ചെയ്യണ്, അത് പഠിച്ച് എക്സാം എഴുതണു. ഇതാണ് ഇതിൽ നിന്ന് നല്ല നല്ല മാറ്റം നമുക്ക് UK എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. ഇപ്പം ലൈക്ക് ഇന്ത്യ യൂണിയിൽ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ച 2 ദിവസം ക്ലാസ് ഉണ്ടാവും. നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും ഏതാണെന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത്. ട്യൂട്ടർ വരും, ട്യൂട്ടർ വന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ആളൊരു ടോപ്പിക്ക് പറയും. ലൈക്ക് നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് പറയും. നമുക്ക് അവിടെ പേന പേപ്പർ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പ്യൂർലി ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് നമ്മളെ ക്ലാസ്സസ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നമ്മളോട് ഒരു ടോപ്പിക്ക് പറയും. ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ റെഫർ ചെയ്യുക. ചിലപ്പോൾ അത് സിംഗിൾ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ട് വെക്കും. ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ എല്ലാവരും കൂടി റെഫർ ചെയ്ത് ഉണ്ടാക്കുക. സിംഗിൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ്ലി കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നിട്ട് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരാൾ പോയിട്ട് അത് പ്രസന്റ് ചെയ്യുക. അതായത് നമ്മൾ ക്ലാസ്സിൽ എങ്ങനെ ആക്റ്റീവ് ആണോ അതിനനുസരിച്ചൊക്കെയാണ് നമുക്ക് അവർ മാർക്ക് ഇടുന്നത്. അതേപോലെ നമുക്ക് എക്സാംസ് കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതാൻ പറയുന്ന സംഭവമൊന്നും വരുന്നില്ല. പ്രോജക്റ്റ്, സെമിനാർ, അസൈൻമെന്റ്, ഇങ്ങനെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് സ്റ്റഡീസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളായിട്ട് സെൽഫായിട്ട് റെഫർ ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണോണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ അത് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് ഓർമ്മയുണ്ടാവും ഇതെന്താന്നുള്ളത്. കാരണം നമ്മളായിട്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. അതായത് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് സ്റ്റഡീസ് ആയിട്ടാണ് നമുക്ക് അവിടെ വരുന്നത്. അത് അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ പറയുന്ന പോലെ കോഴ്സസിന്റെ കാര്യത്തിലും പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ അതില് നേരത്തെ പറഞ്ഞ പോലെ വാഴയിലുണ്ട് നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോ ആകെ മലയാളീസ് ലൈക്ക് പാട്ടൊക്കെ പാടിയിരിക്കണത്. ഇന്റെ കേസിൽ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ പോലെ തന്നെ അതും എനിക്ക് തോന്നിയത് ഇപ്പൊ വാഴയിൽ അവർ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ UK പോകണം. അതല്ലാണ്ട് അവർക്ക് ഇന്ന കോഴ്സ് എടുക്കണം, ഇന്ന യൂണിവേഴ്സിറ്റി എടുക്കണം, അങ്ങനെയൊന്നും അതിൽ പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്ത് പറയണില്ല. UK പോകണം എന്നുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന കുറെ കുട്ടികളുണ്ട്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിക്ക് പോകണം എന്നുള്ളത്. അത് ഞാൻ ബെസ്റ്റ് എക്സാമ്പിൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഞാൻ എടുത്തത് MBA വിത്ത് ലക്ഷറി ബ്രാൻഡിങ്ങും ഇന്ത്യ സെയിം യൂണിവേഴ്സിറ്റിയിൽ MSc ഇന്റർനാഷണൽ ബിസിനസ് പറയുന്ന കോഴ്സും ഉണ്ട്. അപ്പൊ അന്ന് ആ ടൈമിൽ എന്റെ ക്ലാസ്സിൽ ഞാനടക്കം 10 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഞാനടക്കം 10 കുട്ടികൾ. അതിൽ നിന്ന് ഞാനും വേറൊരു കുട്ടി മാത്രം മലയാളി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ കൊറിയ, ചൈന, അങ്ങനെ ലൈക്ക് പല കൺട്രീസിൽ നിന്നുള്ള കുട്ടികളായിരുന്നു. നേരെ മറിച്ച് അവിടെ MSc ഇന്റർനാഷണൽ ബിസിനസ് പറയുന്ന ക്ലാസ്സിൽ 40 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ലൈക്ക് അതാണ് മാറ്റം. ഈ അപ്പുറത്ത് 40ഉം ഞങ്ങളുടെ ക്ലാസ്സിൽ 10ഉം. അതായത് കോമൺലി എല്ലാവരും MBA അല്ലെങ്കിൽ MSc ഇന്റർനാഷണൽ ബിസിനസ് അത് എടുത്തു പോണതിനുള്ള ലൈക്ക് അത് എടുക്കണോണ്ട് അത് എടുക്കുന്നവരെ ഞാൻ നെഗറ്റീവ് ആക്കിയിട്ട് പറയല്ല. അതെല്ലാവരും കോമൺലി എടുക്കുന്ന കോഴ്സാണ്. അതുകൊണ്ടാണ് ആ ക്ലാസ്സിൽ അത്രയും കുട്ടികൾ വരുന്നത്. നേരെ മറിച്ച് നമ്മൾ ഇപ്പോൾ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള കോഴ്സ് എടുത്ത് പോവുകയാണെങ്കിൽ ആ ഒരു കോഴ്സ് ആ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ മാത്രമേ എടുക്കുകയുള്ളൂ. ബാക്കി MBA MSc ഇന്റർനാഷണൽ ബിസിനസ് പറയുന്നത് കോമൺലി എല്ലാവർക്കും എടുക്കാൻ പറ്റും. അതായത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നല്ല, എല്ലാവർക്കും എടുക്കുന്ന ഒരു കോഴ്സാണ്. ഈ ബാക്കിയുള്ള കോഴ്സ് പറയുമ്പോൾ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു പ്ലാനിങ്, അതായത് പഠിക്കാന്നുള്ള ബേസിലല്ല UK എത്തിയാൽ മതി എന്ന് പറയണത്, അങ്ങനെ ബേസിൽ പോകണവർക്ക് ക്ലാസ്സിൽ മലയാളീസ് വന്നാലും പ്രശ്നമൊന്നുമില്ല. അതിൽ മെയിൻലി എനിക്ക് തോന്നിയൊരു നെഗറ്റീവ് അതാണ്. അതായത് അവിടെ ചെന്ന് ഇങ്ങനെ ക്ലാസ്സിൽ പാട്ട് പാടുക, ഇതൊന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വാഴ എന്ന് പറയുന്നത് അത് പ്യുവർലി അവര് ആ ഒരു ഫിലിം അങ്ങനെ പോകണം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയത്. അത് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും UK അതാണ്, അതായത് അതിൽ കാണിക്കുന്ന സ്ഥലം UK ഭാഗം പോലും ഇല്ല. അത് UK അല്ല ഒന്നാമത്തെ കാര്യം. അതായത് UK പറഞ്ഞാൽ അതിൽ കാണിക്കുന്നത് അതും UK തമ്മിൽ യാതൊരു ബന്ധവുമില്ല. UK എന്നല്ല ലണ്ടനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔട്ടർ എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അതൊരിക്കലും അറിയാത്തൊരു സംഭവം ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പൊ അത് ക്ലാസ് എന്ന് പറയുന്നത്
നമ്മൾ എടുക്കുന്ന കോഴ്സിനനുസരിച്ചായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ മലയാളീസ് ഉള്ളതും. കോമൺലി എല്ലാവരും എടുക്കുന്ന യൂണിവേഴ്സിറ്റി എല്ലാവരും എടുക്കുന്ന കോഴ്സ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെയാണ് ബാക്കിയുള്ളവരും അതെടുത്ത് വരും. അതല്ല നമുക്ക് ഇന്ന കോഴ്സ് മതി എന്നുള്ള രീതിയിൽ എടുത്തു പോകുമ്പോൾ ആ ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആ കോഴ്സ് എടുത്ത് വരുള്ളൂ. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ക്ലാസ്സിൽ 10 കുട്ടികളും അപ്പുറത്തെ കോഴ്സിന് സെയിം യൂണിവേഴ്സിറ്റിയിൽ 40 കുട്ടികളും ഉള്ളത്. ആ ഒരു മാറ്റം നമുക്ക് ആദ്യമേ കാണാൻ പറ്റും. അതെ, ഈ ഒരു സ്റ്റുഡൻസിന്റെ അടുത്ത് കോമൺലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഇത്രയും ഫണ്ട് മുടക്കി പോയിട്ട് പാസ്സായിട്ടില്ലെങ്കിലോ? പാസ്സായിട്ടില്ലെങ്കിൽ പാസ്സാവാത്തത് സ്റ്റുഡൻസിന്റെ കയ്യിലിരിപ്പോണ്ടാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ UK ഓൾമോസ്റ്റ് എല്ലാവരും എടുക്കുന്നത് എക്സാംസ് ഇല്ലാത്ത യൂണിവേഴ്സിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിൽ 1-2 ദിവസം ക്ലാസ് ഉള്ള മിനിമം 80% അങ്ങനെ അറ്റൻഡൻസ് വേണമെന്നുള്ളതാണ് നമുക്ക്. അപ്പൊ ഈ ആഴ്ചയിൽ 1-2 ക്ലാസ് ഉള്ളൂ. ഈ ക്ലാസ്സിന്റെ മര്യാദക്ക് അറ്റൻഡ് ചെയ്ത് പോകാത്ത കുട്ടികളുണ്ട്. അതായത് ആ ഡേയ്സിലും കൂടി പണിക്ക് പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളുണ്ട്. അപ്പൊ ആഴ്ചയിൽ 1-2 ക്ലാസ്സും പിന്നെ യൂണിവേഴ്സിറ്റി പറയും പ്രോജക്റ്റ് സെമിനാർ ഇന്ന ഡേറ്റിന് സബ്മിറ്റ് ചെയ്യാന്ന് പറയും. ആ സംഭവങ്ങൾ കറക്റ്റ് ഡേറ്റിന് നമ്മൾ സബ്മിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പാസ്സാൻ പറ്റും. ഒരാൾ പറയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയില്ല, അല്ലെങ്കിൽ ഞാൻ ഫെയിലായി തിരിച്ച് നാട്ടിലേക്ക് പോരുകയാണെന്ന് പറയണുണ്ടെങ്കിൽ ഒന്നാമത്തത് ആള് മര്യാദക്ക് ക്ലാസ്സിന് പോയിട്ടില്ല, അല്ലെങ്കിൽ ആൾ ഈ പറഞ്ഞ സമയത്ത് ഇതൊന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു ആ ഒരു കോഴ്സ് ഫെയിൽ ആവുള്ളൂ. അതല്ലാണ്ട് ഇതെല്ലാം ചെയ്തിട്ട് ഒരു കുട്ടി ഫെയിൽ ചെയ്യാന്ന് പറയുകയാണെങ്കിൽ അത് ജെനുവിൻ അല്ല. കാരണം ഈ ആകെ നമുക്ക് നാട്ടിലത്തെ പോലെ പരീക്ഷ ചെയ്ത പറഞ്ഞ സംഭവം ഒന്നും വരുന്നില്ല. ഇത് കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പാസ്സാ. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ എടുക്കുമ്പോൾ എക്സാംസ് ഇല്ലാത്ത യൂണിവേഴ്സിറ്റി നോക്കി എടുക്കുക എന്നുള്ളതാണ്. UK കേസിൽ എനിക്ക് തോന്നുന്നു ഒരു 10-30 യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ ഒരു 30 യൂണിവേഴ്സിറ്റിയിൽ 10 യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ നമുക്ക് എക്സാംസ് ഒക്കെ വരുന്നുള്ളൂ. ബാക്കി 20 യൂണിവേഴ്സിറ്റി നമുക്ക് എക്സാംസ് ഇല്ലാണ്ട് പാസ്സാൻ പറ്റുന്ന കോഴ്സസ് ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് അതൊക്കെ നോക്കി എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഇഷ്യൂസ് വരില്ല. നമ്മൾ മുൻകൂട്ടി അതൊക്കെ പ്ലാൻ ചെയ്യണം. ഷാന 4 years സ്റ്റഡ് വൈസിൽ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ ലൈക്ക് UK പോയി സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് വന്ന ഒരാളാണ്. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഷാനക്ക് സ്റ്റുഡൻസിലോട്ട് എന്തെല്ലാം മെസ്സേജസ് ഇപ്പൊ ഇനി പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിലോട്ട് എന്തൊക്കെയാണ് ഇനി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്? ലൈക്ക് ഇനി സ്റ്റഡി അബ്രോഡ് നോക്കുന്ന കുട്ടികളോട് എനിക്ക് ഒന്നാമത്തെ കാര്യം കൺട്രീന്റെ കാര്യത്തിലാണ്. നമുക്ക് ഒരുപാട് കൺട്രി ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് ലൈക്ക് സ്മൂത്ത് പ്രോസസ്സിംഗ് ആയിട്ട് കയറി പോകാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കൺട്രിയാണ് UK എന്ന് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി മാൾട്ട നോക്കി, ഫ്രാൻസ് നോക്കി, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ UK വരുന്നത്. അതായത് നമുക്ക് ഒന്നുകൂടെ സക്സസ്ഫുള്ളി കയറി പോകാൻ പറ്റും. നമ്മൾ ഏത് സ്റ്റുഡൻസ് ആണെങ്കിലും പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നത് ഫൈനലി കയറി പോകണം എന്നുള്ള രീതിയിൽ. അതല്ലാണ്ട് എല്ലാം കഴിഞ്ഞ് വിസ റിജക്റ്റ് ആയി ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പ്രോസസ്സിംഗ് ചെയ്യണത്. അപ്പൊ അതിന് ഒന്നുകൂടെ സ്മൂത്ത് ആയിട്ട് കയറി പോകാൻ പറ്റുന്ന കൺട്രി എന്നുള്ള രീതിയിൽ UK ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ UK കേസിൽ നമ്മളടുത്ത് ഫണ്ടും ഡോക്യുമെന്റും റെഡി ആണെങ്കിൽ 1 മാസം കൊണ്ട് പ്രോസസ്സിങ് കഴിഞ്ഞ് കയറാൻ പറ്റും. അത്രയും സിമ്പിളാണ് UK കേസിൽ. ഇപ്പോൾ മാൾട്ട, ഞാൻ ഇപ്പോൾ ആദ്യം ഫ്രാൻസ് നോക്കിയിരുന്നു. ഫ്രാൻസിന്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK പോലെയല്ല, 2 വർഷമാണ് മാസ്റ്റേഴ്സ് വരുന്നത്. കാരണം UK 3 വർഷത്തെ ഡിഗ്രി പഠിച്ച ഒരാൾക്ക് 1 കൊല്ലം കൊണ്ട് PG കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്രാൻസിന്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് 2 വർഷത്തെ PG നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. 1 വർഷത്തെ PG ചെയ്യണമെങ്കിൽ ആ കുട്ടി 4 വർഷത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാളായിരിക്കണം. അപ്പൊ ഞാൻ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത് 2 വർഷത്തെ മാസ്റ്റേഴ്സ് ആയിരുന്നു ഫ്രാൻസിൽ. പിന്നെ ഞാൻ ആലോചിച്ചു 2 വർഷം സ്റ്റഡീസ് കഴിഞ്ഞിട്ടേ പിന്നെ നമുക്കൊരു ജോബ് എന്നുള്ള രീതിയിലോട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഷെങ്കൻ കൺട്രീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിസ, അതായത് വിസ ഇന്റർവ്യൂ പറയുന്ന സംഭവങ്ങൾ വരുന്നുണ്ട്. പൊതുവെ യൂറോപ്പിൽ കമ്പാരിറ്റീവ്ലി UK വെച്ച് നോക്കുകയാണെങ്കിൽ വിസ റിജക്ഷൻ കുറച്ച് കൂടുതലാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും വിസ റിജക്ഷൻ ഒന്നും വരാണ്ട് സേഫ് ആയിട്ട് കയറി പോകാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് UK എന്നുള്ളത്. പിന്നെ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും കണ്ണും ചിമ്പി ഒരു കോഴ്സ് എടുക്കാൻ പാടില്ല. അത് ഞാൻ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാനുള്ളൊരു കാരണം, എനിക്കിപ്പോൾ നമുക്ക് വരുന്ന സ്റ്റുഡൻസ് അധികം ഗ്യാങ് ആയിട്ട് വരുന്നവരുണ്ട്. ഒരു 3 of സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു 4 സ്റ്റുഡൻസിന്റെ ഒരു ഗ്യാങ് ആയിട്ട് വരുന്നവരുണ്ട്. അതിലൊരാൾ ലോജിസ്റ്റിക്സ് നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം നോക്കുന്നുണ്ടാവും. അപ്പോൾ ഒരാൾ ലോജിസ്റ്റിക്സ് നോക്കണോണ്ട് ബാക്കി 3 ആളും ലോജിസ്റ്റിക്സ് ആയതുകൊണ്ട് ഞാനും ലോജിസ്റ്റിക്സ് എടുക്കണം, ലൈക്ക് അങ്ങനെ വരുന്നവരുണ്ട്. പക്ഷേ ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ മാത്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് പോലും ഇവർക്ക് അറിയൂല. ലൈക്ക് അങ്ങനെ എടുത്തു പോണ സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെ പോയി ഇവരവിടെ എത്തി
ക്ലാസ് തുടങ്ങിയതിനു ശേഷം ഇവർ പറയാണ് ഞാൻ ഉദ്ദേശിച്ച കോഴ്സ് ഇതല്ല, ഇതിനെ കൊണ്ട് പഠിക്കാൻ കഴിയില്ല പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മൾ കൊടുത്ത പൈസ വെള്ളത്തിലായി പോകും. അതാണ് ഉണ്ടാവുന്നത്. അപ്പോൾ സ്റ്റഡീസ് നോക്കുന്ന സ്റ്റുഡൻസ് ആദ്യം നോക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ കറക്റ്റ് മൊഡ്യൂൾസ് കാര്യങ്ങൾ നാട്ടിൽ നിന്ന് നോക്കിയിട്ട് വേണം നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യാൻ. അതായത് നമ്മൾ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടാവും എന്നുള്ളത് നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. ഇപ്പം നമ്മളെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നാട്ടിൽ കോളേജസിലാണ് പഠിക്കുന്നത്. ഇപ്പൊ ലൈക്ക് ഷാദിയും ഞാനും ഇപ്പൊ BBA പറയുന്ന ഒരു കോഴ്സ് 2 കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ BBA പറയുന്ന കോഴ്സ് പഠിക്കുകയാണെങ്കിലും സെപ്പറേറ്റ് കോളേജ് എന്നുള്ളൊരു മാറ്റേ ഉള്ളൂ, നമുക്ക് ഒരേ സംഭവം പഠിക്കാൻ വരിക. പക്ഷെ UK കേസിൽ അങ്ങനല്ല, നമ്മൾ ഓരോ സിംഗിൾ യൂണിവേഴ്സിറ്റികളിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ MBA പറയുന്ന കോഴ്സ് 3 യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെങ്കിൽ 3 യൂണിവേഴ്സിറ്റിയിലും 3 വിധാണ് ഈ കോഴ്സ് പഠിപ്പിക്കുക. ഇവിടെ ഉണ്ടാവുന്ന മൊഡ്യൂൾസ് ആവില്ല അപ്പുറത്ത് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവുക, അവിടെ ഉള്ളതാവില്ല അപ്പുറത്ത് ഉണ്ടാവുക. അപ്പൊ ഇത് മൊഡ്യൂൾസ് നോക്കാണ്ട് ഒരു കുട്ടി കയറി കഴിഞ്ഞാൽ, ഇൻ കേസ് അക്കൗണ്ടൻസി ഒക്കെ ടഫ് ഉള്ള ഒരാളാണെങ്കിൽ അതാണ് അതിൽ മെയിനായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു പോയത് വേസ്റ്റ് ആയി പോകും. അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് മൊഡ്യൂൾസ് നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം കോഴ്സ് സെലക്ട് ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം യൂണിവേഴ്സിറ്റിന്റെ കാര്യം. യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരുവിധം എല്ലാ സ്റ്റുഡൻസും നമ്മുടെ മാർക്ക് വെച്ച് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് കയറാൻ പറ്റുന്ന ഓപ്ഷൻസ് തന്നെയാണ് എടുക്കുന്നത്. ലൈക്ക് നമ്മുടെ മാർക്ക് വെച്ച് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2-3-4 ഓപ്ഷൻസ് എടുത്തു പോവാന്നുള്ളതാണ്. അതിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം നല്ല എമൗണ്ട് നാട്ടിൽ നിന്ന് അടച്ച് കയറി കഴിഞ്ഞാൽ വൺസ് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ഫീസ് അടച്ച് തീർക്കാനുള്ള ഒരു ബേർഡൻ നമുക്ക് വരില്ല. അത് മെയിൻലി വരുന്നത് നമ്മൾ സെൽഫ് ഫണ്ടഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ്. ലോൺ ഒന്നും എടുക്കാത്ത സ്റ്റുഡൻസ് ഇപ്പൊ ഒരു 15 ലക്ഷം ഫീസ് ഉണ്ടെങ്കിൽ 2-3 ലക്ഷം മാത്രം നാട്ടിൽ നിന്ന് അടച്ച് കയറി കഴിഞ്ഞാൽ ബാക്കി 13 ലക്ഷം ആ കുട്ടി അവിടെ ചെന്ന് കാണണം. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ കറക്റ്റ് കൗൺസിലിംഗ് കൊടുത്തിട്ട്, അതായത് സ്റ്റുഡൻസിനോട് കറക്റ്റ് പിക്ചർ കൊടുത്തിട്ട് അവരത് എടുക്കാൻ റെഡി ആണെങ്കിൽ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. അതല്ല, ഇത് അറിയാണ്ട് ഇവരെ ചില കുട്ടികൾക്ക് ചില ഏജൻസീസ് ലൈക്ക് അവർക്ക് ടൈപ്പുള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും, അത് പറഞ്ഞു കൊടുക്കും. അവരെ സംബന്ധിച്ച് ആ ഒരു യൂണിവേഴ്സിറ്റി മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. അപ്പൊ അവർ വിചാരിക്കുക ഇന്റെ പ്രൊഫൈൽ വെച്ചിട്ട് എനിക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതിൽ ചിലപ്പോൾ കുറെ ഫീസ് വരുന്നുണ്ടാവും, കുറച്ച് എമൗണ്ട് വെച്ച് കയറിപ്പോ ലൈക്ക് ചില കുട്ടികൾ പെടുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ഒരു കുട്ടിക്കും, അതായത് നമുക്ക് ടൈപ്പ് ഉണ്ടായിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റി എടുത്ത് പോകുക അങ്ങനെയൊന്നുമില്ല. നമ്മൾ സ്റ്റുഡന്റിന്റെ പ്രൊഫൈൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു 10 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 10 സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കും. അതിൽ നിന്ന് അവരുടെ ഫണ്ട് വൈസും അവരുടെ ലൊക്കേഷൻ വൈസും അവർക്ക് ഓക്കെ ആയിട്ടുള്ള 2-3 സെലക്ട് ചെയ്യുക, അതിലോട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അവർക്ക് ബേർഡൻ ആയിട്ട് വരുന്നില്ല, കാരണം അവരായിട്ട് സെലക്ട് ചെയ്യാണ്, നമ്മളായിട്ട് പറഞ്ഞു വിടുകയല്ല. അപ്പൊ എല്ലാ സ്റ്റുഡൻസിനോടും എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ യൂണിവേഴ്സിറ്റി കോഴ്സ് ഏത് കൺട്രി എടുക്കുകയാണെങ്കിലും മാക്സിമം റെഫർ ചെയ്ത് നമ്മളെ പ്രൊഫൈൽ വെച്ച് അഫോർഡബിൾ ആയിട്ട് കഴിയാൻ പറ്റുന്ന ഓപ്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നാട്ടിൽ നിന്ന് കയറുമ്പോൾ മെന്റലി നന്നായിട്ട് പ്രിപ്പയർ ആവണം, ഒന്നാമത്തെ കാര്യം. അതാണ് മെയിൻ തിങ്. അതായത് നമ്മൾ ഇവിടുന്ന് കയറണ വരെ നമുക്കറിയില്ല, ലൈക്ക് നമുക്കറിയും അവിടെ അങ്ങനെയാണ് എന്നുള്ളത്, പക്ഷെ നമുക്ക് ഉള്ളിൽ വരില്ല. വൺസ് നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഉള്ളിൽ കൂടി ഒരു സംഭവമൊക്കെ വരാനുണ്ട്. അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ടുള്ള, അതായത് ആസ് എ കൗൺസിലർ ഞാൻ ചെയ്യുന്നൊരു കാര്യം, നമ്മൾ ഏത് കൺട്രി എടുത്തു കഴിഞ്ഞാലും അതിന്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ കറക്റ്റ് സ്റ്റുഡന്റിന് ഇട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് വരുമ്പോൾ ആ സ്റ്റുഡന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കാര്യം ആൾ ഓൾറെഡി നാട്ടിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, എനിക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ലൈക്ക് ആ ഒരു മൈൻഡ് ഓഫിലെ ആൾ എടുക്കുകയുള്ളൂ. നേരെ മറിച്ച് ഇതൊന്നും അറിയാണ്ട് ഒരു കുട്ടി കയറി കഴിഞ്ഞാൽ അതായത് ഈ ഒരു സിറ്റുവേഷൻ വരുന്ന ടൈമിൽ ആള് ഡൗൺ ആയി ലൈക്ക് ഭയങ്കര ഡിപ്രസ്ഡ് ആവുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തും. അപ്പോൾ എനിക്ക് സ്റ്റുഡൻസിനോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു ബഡ്ജറ്റ് കാര്യങ്ങൾ നോക്കി അതിൻ്റെ ഉള്ളിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ഓപ്ഷൻസ് എടുക്കാൻ നോക്കുക. അതായത് അത്യാവശ്യം നന്നായിട്ട് റെഫർ ചെയ്തിട്ട് ഒരു ഓപ്ഷൻ തന്നു അതുകൊണ്ട് അതെടുത്ത് പോകാന്നില്ല. അത് കുറഞ്ഞ ഫീസിലുള്ളതാണെങ്കിൽ ഓക്കെ ഫൈൻ. അതല്ല വലിയ ഫീസിലൊക്കെ ഉള്ളത്, ചിലപ്പോൾ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് ചില ഏജൻസിക്കാർ 1-2 ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്. ആ കുട്ടീനെ സംബന്ധിച്ച് യുകെന്റെ ഒരു കാര്യം, ഡിഗ്രിക്ക് ഒരു 55-60% മാർക്കും +2 ഇംഗ്ലീഷിന് ഒരു 70-75% മാർക്കും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് UK വരുന്ന ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസും ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ ഇയർ ഗ്യാപ്പ്, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്യാപ്പാണ് അതിനെ എഫക്ട് ചെയ്യുന്നത്. അത് ഡിപ്പെൻസ് ആണ്, നമ്മളെ പ്രൊഫൈൽ അനുസരിച്ചുണ്ടാവും. അപ്പൊ അതൊക്കെ മെയിൻ ആയിട്ട് നോക്കുക എന്നുള്ളതാണ് എനിക്ക് സ്റ്റുഡൻസിനോട് പറയാനുള്ളത്. നമ്മൾ ഈ ഒരു സെക്ഷൻ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഷാന ഫോർ യുവർ വാല്യുബിൾ ടൈം. യു ആർ വെൽക്കം.